ഞങ്ങൾ രണ്ടുപേരും കൂടി ചാരായക്കടയിൽ പോയി പുറകെ പോയി ചാരായം മേടിച്ചുകൊണ്ട് കൊടുത്ത് അതിനാണ് ഞങ്ങളെ തല്ലിയത്. അതുപോലെ തന്നെ യുവജനോത്സവ പരിപാടിയായിട്ട് ഞാൻ ഏതെങ്കിലും പിള്ളേർക്ക് യൂത്ത് ഫെസ്റ്റിവലിന് മത്സരിച്ച് ജില്ലയിൽ മത്സരിച്ച് പ്രൈസ് കിട്ടി പത്രത്തിൽ ഫോട്ടോ വന്നിട്ട് തല്ലു കൊണ്ടിട്ടുണ്ടാ? എനിക്ക് കൊണ്ടിട്ടുണ്ട്. എന്നെ അസംബ്ലിക്ക് വിളിച്ചു നിർത്തി അടിച്ചിട്ടുണ്ട്. ഒന്നാം അവിടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയത് വേറെ സ്കൂളിനാണ്. ഞാൻ അവരുടെ കൂടെ ഫ്രണ്ടിൽ പോയിന്ന് ഫോട്ടോ എടുത്തു. പത്രത്തിൽ വന്നപ്പോഴത്തേക്ക് വേറെ സ്കൂളിൽ ഞാൻ നിൽക്കണം മത്സരിച്ചിട്ട് അസംബ്ലിക്ക് വിളിച്ചു നിർത്തിയിട്ട് എന്നെ തല്ലിയത്. ഞാൻ ഈ വെള്ളിമൂങ്ങ ഇറങ്ങിയ കാലത്ത് യുബുജൊക്കെ പറഞ്ഞല്ല കേട്ടോ, മോഹൻലാല് ഷാജി വിളിച്ചു. ഞാൻ ലാലേട്ടൻ വിളിച്ചത് ഞങ്ങളുടെ സ്കിറ്റുകൾ കണ്ടിട്ടാ. ഭയങ്കര ഹാപ്പിയായിട്ട് കുറെ നേരം സംസാരിച്ച്. നിങ്ങളുടെ സ്കിറ്റൊക്കെ അടിപൊളിയാണ്. ലാലേട്ടൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ സ്കിറ്റ് വെച്ചിട്ട് കണ്ടിരുന്നത് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പൊ അത്രയും വലിയ ഭാഗ്യമല്ലേ അത്. പടത്തിൽ അഭിനയിക്കണേലും അതല്ല, കോമഡിക്ക് ഇങ്ങനെ ഒരു വെർഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരാളല്ലേ അല്ലേ? വേറെ രീതിയാണല്ലോ. അതെ 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 അതെ, സംഭവം ചെറിയ കാര്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്ര കാലമായി നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം സ്ട്രോങ് ആയിട്ട്? 2014 വെള്ളിമൂങ്ങ കഴിഞ്ഞിട്ടാണ്. കുട്ടേട്ട എന്ന് ചോദിച്ചു. പറയൂ കുട്ടേട്ട. വീണ നായർ, എന്തോ താങ്കൾ LED സ്ക്രീനിലേക്ക് നോക്കിയാൽ താങ്കൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരാളുടെ ഫോട്ടോ അവിടെ കാണാൻ സാധിക്കും. അയ്യോ, ആരാത്? ദിലീപ് എന്നാണോ പറഞ്ഞത്? എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാ എനിക്ക് ഭയങ്കര ജീവനാ പുള്ളിയെ. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ജനുവരി 16. ആ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റോറി ഇടലോ. അറിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ? ഇല്ല, ബർത്ത്ഡേ സ്റ്റോറി ഇടുന്ന കാര്യം അറിഞ്ഞെന്തായാലും ഇല്ല. ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ എടുത്ത് ഞാൻ ഒരിക്കൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോ വേറൊരാളുടെ നിന്ന് വാങ്ങിയിട്ട് അപ്പൊ താങ്ക് യു എന്ന് പറഞ്ഞ് എനിക്കൊരു റിപ്ലൈ വന്നിട്ടുണ്ട്. എനിക്ക് സൂക്ഷിച്ചൊന്നും വെച്ചിട്ടില്ല, അതൊക്കെ പോയിട്ടുണ്ടോ? അത് ഈ ഫോണിലല്ല, എന്റെ പഴയ ഫോണിലാണ്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവിടെ ഒരു 100 വട്ടം അദ്ദേഹം പല വട്ടം ഇവിടെ വന്ന സമയത്ത് എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട് പോയി കാണാൻ. പക്ഷെ എനിക്ക് നേരിട്ട് പോയി കാണാൻ പേടിയാ സത്യമായിട്ടും. അല്ല, ഈ അടുത്തിടയ്ക്ക് ഇപ്പൊ വിജയ് സേതുപതി അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ പിന്നെ ആരാധന തോന്നിയ നടനാരാ? ലാലേട്ടനും മമ്മൂക്കൊക്കെ ഇഷ്ടമാണ് ഭയങ്കര. അമ്മയുടെ ആർട്ടിസ്റ്റ് ലിസ്റ്റ് ഇല്ലേ, അതെടുത്ത് കൊടുത്താൽ എല്ലാവരോടും പ്രണയം. പ്രണയമില്ല, പ്രണയം ഞാൻ പറഞ്ഞത് ആരാധന. വിജയ് സേതുപതിയോട് ഭയങ്കര ഇഷ്ടമാണ്. ശ്രീനിവാസൻ എന്നല്ലേ പറഞ്ഞത്? അല്ല, വിജയ് സേതുപതി. കുട്ടേട്ട എന്ന് ചോദിച്ചു. പറയൂ കുട്ടേട്ട. വീണ നായർ, എന്തോ താങ്കൾ പ്രണയത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു കാര്യം കുട്ടേട്ടൻ ചോദിക്കാനുണ്ട്. കോട്ടയം ജില്ലയിലെ പരിപ്പ് എന്ന സ്ഥലത്താണ് താങ്കൾ ജനിച്ചത്. അവിടെ നിന്ന് കോട്ടയത്തേക്ക് താങ്കൾ ബസ്സിൽ പോകുമ്പോൾ താങ്കളേലും ഇരട്ടി പ്രായമുള്ള ഒരാളോട് താങ്കൾക്ക് പ്രണയം തോന്നിയിരുന്നു. ഞാനല്ലല്ലോ എന്റെ ആള് അല്ലേ? ഷാജി ഇങ്ങനെ ടെൻഷൻ അടിച്ചു. പ്രണയമൊന്നും തോന്നിയതല്ല സംഭവം. പരിപ്പിലാണോ ഈ സംഭവം? പരിപ്പിന്നാ. ഞാന് എന്റെ സ്കൂളിൽ ഉണ്ടായിരുന്നു. ഇല്ല, പരിപ്പ് കൊണ്ട് എന്റെ ഞാൻ ജനിച്ചത് വളശ്ശേരിയിലാണ്. പരിപ്പില്ല ഞാൻ പിന്നെ താമസിച്ചൊക്കെ. പരിപ്പിന്ന് എനിക്കൊരു അരമണിക്കൂർ ബസ്സിൽ നാഗമ്പടത്ത് വന്ന് ഇറങ്ങിയിട്ട് വേണം. എന്റെ സ്കൂൾ ബസ് അവിടെ വരുള്ളൂ. MGMലെ ബ്ലാക്ക് ഔട്ടിലെ സ്കൂൾ ബസ് അവിടെ വരാം. അപ്പൊ ഈ എല്ലാം പ്രശ്നോട്ടാ. പരിപ്പ് MGM വോഡ്കയുടെ ഒക്കെ പേര്. അപ്പൊ ഞാൻ ഇവിടുന്ന് സ്ഥിരമായിട്ട് നമ്മള് സ്ഥിരം പോകുന്ന ബസ് ഉണ്ടല്ലോ, നമ്മളുടെ സ്ഥിരം ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട്, ചേച്ചിമാരും ഒക്കെ. അപ്പൊ ഞങ്ങളിങ്ങനെ ബസ്സിൽ പോകുന്ന സമയത്ത് ഒരു ചേട്ടൻ, ആ ചേട്ടൻ എപ്പോഴും ഞാനിരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കും, ഇങ്ങനെ അവിടുന്ന് തിരിഞ്ഞു നോക്കും. അപ്പൊ ഞാൻ നോക്കും ഇങ്ങനെ. അപ്പൊ എനിക്ക് വയസ്സായിട്ട് 15 വയസ്സാണ്ടേ ഉള്ളൂ, 16 വയസ്സ്. അപ്പൊ ഇങ്ങനെ തിരിഞ്ഞു നോക്കും, ഞാനും നോക്കും. ഈ ചേട്ടൻ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഈ നോട്ടം കുറേ ഒരു 2-2.5 ആഴ്ച അങ്ങനെ പോയി. അപ്പോൾ ആ ചേട്ടന്റെ പ്രായം എത്രയാ? ആ ചേട്ടൻ നല്ല പ്രായമുണ്ട്, വലിയ മീശക്കുള്ള ചേട്ടനാ. ഒരു 50s. അത് അപ്പൂപ്പനല്ലേ? ഇതൊരു 50 അപ്പൂപ്പനോ? അല്ല, എന്റെ പ്രായം വെച്ച് നോക്കുമ്പോ 50 വയസ്സെന്നുള്ളത് 15 വയസ്സ് 15. അപ്പത്തേനും എന്നുവെച്ചേ ഈ ചേട്ടൻ ഒരു 30 വയസ്സൊക്കെ കാണുമായിരിക്കും കേട്ടോ. ചേട്ടൻ 30-35 വയസ്സ് കാണുമായിരിക്കും. പക്ഷെ ഭയങ്കര രസമാട്ടോ ചേട്ടനെ കാണാൻ. ഈ ചേട്ടനെ പോയി കുറേ ദിവസം നോക്കിയപ്പോഴത്തേനും കൊള്ളാലോ ഈ ചേട്ടൻ. അപ്പൊ ഞാനും നന്നായിട്ട് രാവിലെ കുറച്ച് ഭംഗിക്ക് കുറച്ചും കൂടെ ഒരുങ്ങി വരാം. കുറച്ചുകൂടെ അന്ന് പുട്ടിയൊന്നുമില്ലല്ലോ, ലിപ്സ്റ്റിക് ഒന്നും, എന്നാലും പൗഡർ ഒക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി കുറച്ചും കൂടെ ഭംഗിയായിട്ട് വരാൻ നോക്കി. കുറച്ചുകൂടെ ഭംഗി. അത് കഴിഞ്ഞ് കുറച്ച് അപ്പൊ ഈ എന്റെ കൂടെ നിൽക്കുന്ന ചേച്ചി ഞാനും കൂടെ ഈ നാഗമ്പടത്ത് നിന്ന് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ആ ബ്രിഡ്ജ് കേട്ട് നമുക്ക് അപ്പുറം പോയി നിന്നാലേ സ്കൂൾ ബസ് വരുള്ളൂ. അപ്പൊ ഈ ബ്രിഡ്ജിന്റെ അവിടെ വരെ ഈ ചേട്ടൻ വരും. അവിടെ വരെ വന്നിട്ട് ഈ ചേട്ടൻ പോവും. ഈ ചേട്ടൻ പോവും. അപ്പൊ ഒരു ദിവസം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി നമ്മുടെ വണ്ടിയിലുള്ള ഒരു ചേട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്, എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു ആ ചേട്ടന് കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞു. വരെ പിന്നെ നീ ഒന്ന് പോയേ, ചുമ്മാ നീ കുഞ്ഞു കൊച്ചല്ലേ, നീ ഒന്നും മിണ്ടാണ്ടിരിക്കട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്കൊക്കെ പറഞ്ഞ് അതങ്ങ് വിടും. അത് കഴിഞ്ഞ് ഒരു ദിവസം ഈ ചേട്ടൻ എന്നെ നോക്കി ചിരിച്ചു.
അപ്പൊ ഞാൻ ഈ laugh. ചിരിച്ചു. അപ്പൊ ഞാനും തിരിച്ചു ചിരിച്ചു. Okay, കേക്ക് ചിരിച്ചിട്ട് ഞാൻ ഈ ചേട്ടന്റെ അടുത്തോട്ട് ചെന്നു. കുഴഞ്ഞു പോണെന്നേ. ഇത് കുഴയുന്നു. ഇത് ചക്ക കുഴയുന്നല്ലോ കുഴയും. അല്ലല്ല, ഞാൻ ഈ ചേട്ടന്റെ അടുത്ത് ചെന്നിട്ട് ചിരിച്ചിട്ട് സംസാരിക്കാൻ, എന്താ ചേട്ടന്റെ പേരെന്താന്ന് ചോദിക്കാന്ന് വെച്ചാൽ അടുത്ത് ചെന്നപ്പോഴത്തേന് ആ ചേട്ടൻ എന്റെ കയ്യിലോട്ട് ഒരു ലെറ്റർ തന്നു. എഴുത്തോ? എഴുത്ത് തന്നു. സീരിയസ് ആയിട്ട് കേക്ക്. ഷാജി നോട്ട് ദ പോയിന്റ്. ലെറ്റർ തന്നു. ലെറ്റർ എന്നിട്ട് പറയണ, എന്നോട് പറയണേ, മിനിക്ക് ഇതൊന്ന് കൊടുത്തേക്കണമെന്ന്. ഓ കൂടെ പൗഡർ ഇട്ട് പൊട്ടി അടിച്ച് നടന്നു. മിനിക്ക് ഇതൊന്ന് കൊടുത്തേക്കണമെന്ന്. എന്റെ പൊന്നു, ഹൃദയം താർന്നു പോയി അല്ലേ? ഞാൻ പറഞ്ഞു മിനിക്ക് കൊടുത്തേക്കാന്ന് പറഞ്ഞ. അമ്മേ ആ മിനിയോടല്ലേ നീ പറഞ്ഞത്? അമ്മേ, ഇത് ഞാൻ കുഞ്ഞല്ലേ, എന്നോട് പറയാൻ പറ്റുമല്ലോ. കുഞ്ഞാട്ടാണ് പോയി ഓടിപ്പോ പൗഡർ ഇട്ടോ. ഒരു ചേട്ടൻ നോക്കി അപ്പൊ തന്നെ പോയി പൗഡർ എത്ര മാസം പോയി ജീവിതത്തിൽ നിന്ന്? കുഞ്ഞ് രണ്ടും ഒരു 3-3.5 ആഴ്ച പോയി. ശരിക്കും വീണ അവരുടെ പേരെന്താന്ന് പറഞ്ഞേ? കള്ളംബ്രജാണല്ലോ പേര്. മിനി എന്നല്ല ശരിക്കും വേറെ പേരാ. എനിക്ക് മനസ്സിലായി, പേര് മാറ്റി പറഞ്ഞാൽ മനസ്സിലായി. ഓക്കെ. അയ്യോ, ഇത് ആരാ കേസ് ഇല്ലേ? ശരിക്കും സ്ഥലം പരിപ്പ് തന്നെയാണോ? അല്ല, പരിപ്പല്ല. പിന്നെ രക്ഷപ്പെട്ടു. ഇൻബിറ്റ്വീൻ കയറുന്നതാ, അതിനിടയ്ക്കുള്ള സ്ഥലത്താ കയറുന്നത്. പയറാട്ടാ സ്ഥലം, പയർ. പയറ് പരിപ്പ് എന്റെ സ്ഥലം പരിപ്പാണ്, ചേച്ചിയുടെ സ്ഥലം പരിപ്പല്ല.